Good morning, students. Adutha university question aanu. Find the Ron scale corresponding to the solution of y double dash minus 3y dash plus 2y is equal to 0. ഇത് ജൂലൈ 2021 3 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചതാണ്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട റോൺ സ്കെയിൽ മാത്രം കണ്ടുപിടിച്ചാൽ മതി. റോൺ സ്കെയിൽ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഫോർമുല അറിയാം. ഫോർമുല എന്താണ്? W is equal to y1 y2 y1 dash y2 dash. അപ്പോൾ y1 y2 കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? തന്നിരിക്കുന്ന ഡിഫറൻഷിയേഷന്റെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കും. അപ്പോൾ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആക്ച്വൽ ഇക്വേഷൻ എഴുതണം. ആക്ച്വൽ ഇക്വേഷൻ എഴുതുമ്പോൾ y ഡബിൾ ഡാഷ് വരെ എന്ത് കൊടുക്കാം? m സ്ക്വയർ. y ഡാഷ് വരെ എന്ത് കൊടുക്കാം? m പ്ലസ് y ക്ക് വരെ എന്ത് കൊടുക്കാം? 2. therefore 2 into 1 that is 0. y ക്ക് വരെ 1 കൊടുക്കുമ്പോൾ 2 into 1. m സ്ക്വയർ മൈനസ് 3m പ്ലസ് 2 is equal to 0 എന്ന്. ഇനി നമുക്ക് m ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. m ന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് മൈനസ് b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 9 b സ്ക്വയർ മൈനസ് 4ac 4 4 8 divided by 2 that is 3 plus or minus 9 minus 8 എത്രയാണ്? 1 divided by 2. അപ്പോൾ 3 1 4 4 ബൈ 2 എത്രയാണ്? 2 3 minus 1 എത്രയാണ്? 2 2 ബൈ 2 ഉണ്ട്. അപ്പോൾ നമുക്ക് m ന്റെ വാല്യൂ എത്ര കിട്ടും? m ന്റെ വാല്യൂ 2 ഉം കിട്ടും 1 ഉം കിട്ടും. അപ്പോൾ therefore roots are real and distinct. roots real ആണ്, distinct ആണ്. roots real ഉം distinct ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് സൊല്യൂഷൻ എഴുതുന്നത്? y is equal to c1 into e raised to m1x plus c2 into e raised to m2x if the roots are real and distinct. Therefore y is equal to നമുക്ക് എന്ത് വരും? c1 into e raised to x plus c2 into e raised to x. ഇതാണ് കിട്ടുന്ന ആൻസർ. ഇനി നമുക്ക് w കണ്ടുപിടിക്കാം. w കണ്ടുപിടിക്കാനായിട്ട് y1 ന്റെ സ്ഥാനത്ത് എന്ത് എഴുതണം? c1 ന്റെ കോഎഫിഷ്യന്റ്. അപ്പോൾ e raised to x. ഇനി y2 ന്റെ സ്ഥാനത്ത് c2 ന്റെ കോഎഫിഷ്യന്റ് e raised to x. ഇനി e raised to x ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടാം? e raised to x into 2. അതുപോലെ e raised to x നെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ e raised to x. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ e raised to 2x into e raised to x എത്രയാണ്? e raised to 3x. മൈനസ് ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ എന്ത് വരും? 2 into e raised to 3x. നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? മൈനസ് e raised to 3x. അപ്പോൾ നമുക്ക് റോൺ സ്കെയിൽ കോൺസ്റ്റന്റ് മൈനസ് e raised to 3x ഉണ്ട്. ഇവിടെ ഞാൻ y1 എന്നുള്ള എന്താ എടുത്ത്? e raised to 2x എടുത്തു. y2 എന്നുള്ള എന്തെടുത്തു? e raised to x എടുത്തു. അങ്ങനെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്? മൈനസ് e raised to 3x കിട്ടും. നിങ്ങൾക്ക് ഈ സെയിം പ്രോബ്ലം തന്നെ നമുക്ക് y1 എന്നുള്ളത് e raised to x എടുക്കാം, y2 എന്നുള്ളത് e raised to 2x എടുക്കാം. അങ്ങനെ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ e raised to 3x ആയിരിക്കും. ഈ രണ്ട് ആൻസറും ശരിയാണ്. e raised to minus 3x ഈ മൈനസ് e raised to 3x എന്നുള്ള ആൻസറും e raised to 3x എന്നുള്ള ആൻസറും രണ്ട് ശരിയാണ്. നമുക്ക് c1 ന്റെ കോഎഫിഷ്യന്റ് y1 എടുക്കാം, y2 എടുക്കാം, അല്ലെങ്കിൽ c2 ന്റെ കോഎഫിഷ്യന്റ് y1 എടുക്കാം, y2 എടുക്കാം. എങ്ങനെ എടുത്താലും ഇവിടെ ഞാൻ എടുത്ത എങ്ങനെയാണ്? y1 എന്നുള്ളത് c1 ന്റെ കോഎഫിഷ്യന്റ് എടുത്തു, y2 എന്നുള്ളത് c2 ന്റെ കോഎഫിഷ്യന്റ് എടുത്തു. നിങ്ങൾ ഇത് തിരിച്ചെഴുതാൻ വേണമെങ്കിൽ ഇവിടെ m എന്നുള്ളത് 1 2 ആണെങ്കിൽ 1 2 എഴുതി കഴിഞ്ഞാൽ c1 into e raised to x plus c2 into e raised to x. അങ്ങനെ എഴുതുമ്പോൾ y1 എന്നുള്ള എന്തായിട്ട് മാറും? e raised to x ആവും. y2 എന്നുള്ള എന്തായിട്ട് മാറും? e raised to x ആവും. അപ്പൊ അങ്ങനെ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ വേണമെങ്കിൽ ഞാൻ ഇവിടെ എഴുതി കാണിക്കാം. അങ്ങനെ ചെയ്താൽ അതായത് ഇവിടെ നമ്മള് ഈ m ന്റെ വാല്യൂ 1 2 എന്ന് എടുത്തു കഴിഞ്ഞാൽ y is equal to c1 e raised to x plus c2 e raised to x. അപ്പൊ നമുക്ക് y1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? y1 എന്ന് പറഞ്ഞാൽ e raised to x, y2 എന്ന് പറഞ്ഞാൽ e raised to x. അപ്പൊ w എന്തായിരിക്കും? y1 e raised to x, e raised to 2x, then e raised to x, e raised to 2x എന്തായിരിക്കും? e raised to 2x into 2 ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും 2 e raised to 3x മൈനസ് e raised to 3x. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ e raised to 3x ആയിരിക്കും ആൻസർ. e raised to 3x. അപ്പൊ ഈ രണ്ട് ആൻസറും ശരിയാണ്. ഈ മൈനസ് e raised to 3x എന്ന ആൻസർ ശരിയാണ്, e raised to 3x എന്ന ആൻസർ ശരിയാണ്. അപ്പൊ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മളോട് ചോദിച്ചത് എന്താണ്? റോൺ സ്കെയിൽ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ മാത്രമേ ചോദിച്ചുള്ളൂ. റോൺ സ്കെയിൽ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ആ ഇക്വേഷൻ ഓക്സിലറി ഇക്വേഷൻ എഴുതണം. ഓക്സിലറി ഇക്വേഷൻ എഴുതിയതിനു ശേഷം ഇവിടെ കിട്ടുന്ന ഓക്സിലറി ഇക്വേഷൻ എന്താണ്? m സ്ക്വയർ മൈനസ് 3m പ്ലസ് 2 = 0 എന്നാണ്. അതിന് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ m ന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? 2 ഉം 1 ഉം അല്ലെങ്കിൽ 1 2 ഉം. അത് വെച്ചിട്ട് നമ്മൾ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എഴുതാം. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എഴുതിയിട്ട് c1 ന്റെ കോഎഫിഷ്യന്റ് എടുക്കാം, അതിന് y1 കൊടുക്കാം, c2 ന്റെ കോഎഫിഷ്യന്റ് y2 കൊടുക്കാം. നമ്മൾ റോൺ സ്കെയിൽ കോൺസ്റ്റന്റ് കാണാനുള്ള ഫോർമുല ഡിറ്റർമിനന്റ്
y1 y2 റോ വൈസ് എഴുതുമ്പോ y1 y2 താഴത്തെ റോയില് y1 ഡാഷ് y2 ഡാഷ്. അപ്പൊ y1 എഴുതു, y2 എഴുതുന്നു, y1 ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, y2 ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, നമ്മൾ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് e⁻3x എന്നുള്ള ആൻസർ. റോൺസ്കിൻ കോൺസ്റ്റന്റ് e⁻3x എന്ന് കിട്ടാം, അല്ലെങ്കിൽ -e⁻3x. രണ്ട് ആൻസറും ശരിയാണ് കേട്ടോ. ഇത് ഏത് വർഷം ചോദിച്ചതാണ്? ജൂലൈ 2021 3 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് കേട്ടി ചോദിച്ചു. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.